ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വന്തം നാട്ടിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം ഒഴിവാക്കി അതീവ രഹസ്യമായി ഒരു സൈനിക എയർബേസിൽ നിന്ന് വിദേശത്തേക്ക് പറന്നാൽ അതിനർത്ഥം എന്താണ്? അതെ, വലിയൊരു സുരക്ഷാ ഭീഷണിയുടെ നിഴലിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് യാത്രയായത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്നായിരുന്നു ഈ നാടകീയമായ നീക്കങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഈ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള ആ അസ്വസ്ഥത നിറഞ്ഞ നിമിഷങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? വിശദമായി അറിയാം. ഈ വീഡിയോ മുഴുവനായും കാണും. ഇസ്രായേലിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ യാത്ര തികച്ചും രഹസ്യമാക്കാൻ നിർദ്ദേശിച്ചത്. സാധാരണയായി വിദേശ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ബെൻഗൂരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പകരം നെവാറ്റിം സൈനിക എയർബേസിൽ നിന്നാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സിയോൺ ഇത്തവണ പറന്നുയർന്നത്. വിങ് ഓഫ് സിയോണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചാണക്യൻ മുൻപ് ചെയ്ത ഈ വീഡിയോ കാണാം. യാത്രാ സമയം പരസ്യപ്പെടുത്തിയില്ല. വിമാനം വായുവിൽ ഉയർന്ന ശേഷമാണ് വിവരം പോലും പുറത്തുവിട്ടത്. ഇതിനും പുറമെ സാധാരണയായി പ്രധാനമന്ത്രിയെ അനുഗമിക്കാറുള്ള മാധ്യമ പ്രവർത്തകരെ ഇത്തവണ യാത്രയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. ഇതൊക്കെ കാണിക്കുന്നത് ഇസ്രയേൽ ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ എത്രത്തോളം ഗൗരവമായിട്ടാണ് കാണുന്നത് എന്നതാണ്. യാത്രയ്ക്ക് തൊട്ടു മുമ്പ് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ട്രംപുമായുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാന വിഷയം ഇറാൻ ആയിരിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിൽ ദിവസങ്ങളോളം നിലനിന്ന കടുത്ത സംഘർഷത്തിന് ചെറിയൊരു ശാന്തത വന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടന്ന ഈ ചർച്ചയിൽ ഇറാന്റെ ആണവ സൈനിക ഭീഷണികൾ തന്നെയാണ് പ്രധാന വിഷയമായത്. ഇതോടൊപ്പം അബ്രഹാം ഉടമ്പടികൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. പ്രത്യേകിച്ചും സൗദി അറേബ്യയുമായി ഇസ്രായേലിന്റെ ബന്ധം സാധാരണ നിലയിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് ശക്തമായി ശ്രമിക്കുന്നുമുണ്ട്. കൂടാതെ ഗാസയിലെ സുരക്ഷ മുൻനിർത്തി ഒരു അന്താരാഷ്ട്ര സേനയെ പരിമിതമായി വിന്യസിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ലെബനനിലെ സൈനിക പിന്മാറ്റവും ഈ കൂടിക്കാഴ്ചയിൽ വിഷയമായി. എന്നാൽ ഈ യാത്രയിൽ ഏവരുടെയും ശ്രദ്ധ കവർന്ന മറ്റൊരു നിമിഷമുണ്ടായിരുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ബെഞ്ചമിൻ നെതന്യാഹുവും നേരിൽ കണ്ട ആ നിമിഷം. വളരെ അപ്രതീക്ഷിതവും അസ്വസ്ഥത നിറഞ്ഞതുമായ ആ കൂടിക്കാഴ്ച അത് എന്തായിരുന്നു എന്നുകൂടി നോക്കാം. അമേരിക്കൻ സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ ചരമവാർഷിക ചടങ്ങിലാണ് നെതന്യാഹുവും സെലൻസ്കിയും മുഖാമുഖം വന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ക്യാമറകൾ മുഴുവൻ ഈ നിമിഷത്തിലായിരുന്നു. വീഡിയോ ദൃശ്യങ്ങളിൽ സെലൻസ്കി കാര്യമായി ശ്രദ്ധിക്കുമ്പോൾ നെതന്യാഹു എന്തോ ഗൗരവമായി സംസാരിക്കുന്നതായി കാണാം. എന്നാൽ ഇരു നേതാക്കളും ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വിട്ടിട്ടുമില്ല. ഒരു ഔദ്യോഗിക ഉഭയകക്ഷി ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളും ശ്രമിച്ചിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ സമയക്കുറവോ നയതന്ത്രപരമായ വിയോജിപ്പുകളോ കാരണം അത് നടക്കാതെ പോയി. റഷ്യയുടെ അധിനിവേശം ആരംഭിച്ച 2022 മുതൽ ഇസ്രയേലുമായി നല്ലൊരു ബന്ധം പുലർത്താൻ ഉക്രൈൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇസ്രയേൽ ജാഗ്രത പാലിക്കുന്നുമുണ്ട്. ഉക്രൈൻ ആവശ്യപ്പെട്ട ഇസ്രയേലിന്റെ പ്രസിദ്ധമായ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം നൽകാനും ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ഇസ്രയേലിനും ഉക്രൈനും ഒരു പൊതുശത്രുവുണ്ട്. അത് ഇറാനാണ്. റഷ്യയ്ക്ക് സൈനിക പിന്തുണയും ഡ്രോണുകളും നൽകുന്നത് ഇറാനാണ്. ഇത് ഉക്രൈൻ വലിയ ഭീഷണിയാണ്. അതേസമയം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയും ഇറാൻ തന്നെയാണ്. വാഷിംഗ്ടൺ സംഭവങ്ങൾക്ക് ശേഷം ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിയായുമായി ചർച്ച നടത്തുകയും ഇസ്രയേലിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തു. ഇറാൻ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തതായിട്ട് സാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇറാൻ ഉയർത്തുന്ന വൻ ഭീഷണിയും എത്രത്തോളം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നതാണ് നെതന്യാഹുവിൻ്റെ ഈ രഹസ്യ വാഷിംഗ്ടൺ യാത്ര. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? പശ്ചിമേഷ്യയിൽ ട്രംപിൻ്റെ നയതന്ത്രങ്ങൾ വിജയിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നിർണായക വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.